ഗൂഗിൾ ബിസിനസ് ഡാറ്റ എക്സ്ട്രാക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഗൂഗിൾ ബിസിനസ് ഡാറ്റ എക്സ്ട്രാക്ടർ ക്രോമിൻ്റെ എക്സ്റ്റൻഷനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമ്മൾ വാട്സപ്പിൽ അയച്ചു തരുന്ന ഇതേപോലെ ഒരു സിഫ് ഫയലാണ്. ആദ്യം വാട്സപ്പ് വെബ് കണക്ട് ചെയ്തിട്ട് അത് കമ്പ്യൂട്ടറിലേക്ക് ആ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫയൽ കിട്ടും. അത് സിഫ് ഫയലായിരിക്കും. അതിൽ ആദ്യം അത് എക്സ്ട്രാക്ട് ചെയ്യണം. എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എക്സ്ട്രാക്ട് ഓൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എക്സ്ട്രാക്ട് ഇതിൽ നമുക്ക് ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിലേക്ക് തന്നെയാണ് എക്സ്ട്രാക്ഷൻ ചെയ്യുന്നത്. എന്നിട്ട് എക്സ്ട്രാക്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫയൽ ഇപ്പോൾ ഇവിടെ എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. ഈ എക്സ്ട്രാക്ട് ചെയ്ത ഫയൽ നമ്മൾ ക്രോമിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഫസ്റ്റ്. അതിനുശേഷം ഈ റൈറ്റ് സൈഡ് ഏറ്റവും ടോപ്പിലുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ എക്സ്റ്റൻഷൻ എന്നൊരു ഓപ്ഷൻ കാണും. എക്സ്റ്റൻഷൻ എടുക്കുക. എക്സ്റ്റൻഷൻ നമ്മൾ അവിടെ കർസർ കൊണ്ടുവരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ മാനേജ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരും. അത് സെലക്ട് ചെയ്യുക. ഇതിൽ റൈറ്റ് സൈഡ് ടോപ്പിലെ ഡെവലപ്പർ മോഡ് എന്നുള്ളത് ഓൺ ചെയ്യുക. അതിനുശേഷം ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് നമുക്കിവിടെ 3 ഓപ്ഷൻസ് വരും. ഇതിൽ ലോഡ് അൺപാക്ക്ഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ നേരത്തെ എക്സ്ട്രാക്ട് ചെയ്ത നമ്മുടെ ഗൂഗിൾ മാപ്പ് ഡാറ്റ എക്സ്ട്രാക്ടറിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അത് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത ശേഷം അതിൽ വരുന്ന ആ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെലക്ട് ആ സിഫ് ഫയലല്ല, നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത ഫോൾഡറാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അത് ഓപ്പൺ ചെയ്ത ശേഷം വരുന്ന ഗൂഗിൾ മാപ്പ് ഡാറ്റ എക്സ്ട്രാക്ടർ എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുക, സെലക്ട് ചെയ്യുക. എന്നിട്ട് സെലക്ട് ഫോൾഡർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്ലോഡായി വരും. അപ്ലോഡായി കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ അപ്ലോഡ് ആവും. ഇനി എക്സ്റ്റൻഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്രോമിൽ ഇത് അപ്ലോഡായ ശേഷം നമ്മൾ എക്സ്റ്റൻഷൻ എടുക്കുന്നത് നമ്മൾ സെർച്ച് ബാറിൻ്റെ ഏറ്റവും അറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സ്റ്റൻഷൻ്റെ ഒരു ബട്ടൺ കാണാൻ പറ്റും. അതായത് ബുക്ക് നമ്മൾ സ്റ്റാർ ചെയ്തിടുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്ന എക്സ്റ്റൻഷൻസ് എല്ലാം ഇവിടെ കാണാനായിട്ട് പറ്റും. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പിൻ ചെയ്ത് വെച്ചാൽ നമ്മുടെ സെർച്ച് ബാറിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ അവിടെ ഐക്കണായിട്ട് വരും. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ആണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഇതിൽ ഈ കീവേഡ് എന്നുള്ള സ്ഥാനത്താണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന മാറ്റർ. ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് മൊബൈൽ ഷോപ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് എത്ര കാറ്റഗറി വേണമെങ്കിൽ നമുക്ക് അറ്റ് എ ടൈം ഇവിടെ അടിച്ചു കൊടുക്കാനായിട്ട് പറ്റും. കീവേഡിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഏത് B2B കാറ്റഗറി ആണോ വേണ്ടത്. അത് ഉദാഹരണത്തിന് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് വേണമെങ്കിൽ സൂപ്പർ മാർക്കറ്റ് കൊടുക്കാം, ജ്വല്ലറി വേണമെങ്കിൽ ജ്വല്ലറി കൊടുക്കാം, മെൻസ് വെയർ ഷോപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. എന്ത് കാറ്റഗറി നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് താഴെ ലൊക്കേഷൻ കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ ലൊക്കേഷനും കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് എറണാകുളം എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പക്ഷേ നമുക്കൊരു ഡിസ്ട്രിക്റ്റ് ആണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് മാക്സിമം എറണാകുളത്തുള്ള ഡിസ്ട്രിക്റ്റിലുള്ള സ്ഥലങ്ങൾ സെർച്ച് ചെയ്യുക. എന്നിട്ട് അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മാക്സിമം ലൊക്കേഷൻസ് എത്രമാത്രം നമ്മൾ കൊടുക്കുന്നു അത്രയും ഡാറ്റാസ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കുക കൊടുക്കുന്ന സമയത്ത്. എന്നിട്ട് കീബോർഡ് ലൊക്കേഷൻ കൊടുത്ത ശേഷം ഇവിടെ സ്റ്റാർട്ട് എക്സ്ട്രാക്ഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നമുക്ക് ഡാറ്റാസ് 1 by 1 എക്സ്ട്രാക്ട് ചെയ്ത് വരും. നമുക്കിവിടെ കാണാം ഇപ്പം മൊബൈൽ ഷോപ്പ്, അതിൻ്റെ പേര്, ലൊക്കേഷന്, ഫോൺ നമ്പർ, എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കിട്ടും. ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ഇവിടെ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റസ് വരും. അത് നമുക്കിവിടെ ഡൗൺലോഡ് ബട്ടൺ അപ്പോൾ ഇനേബിൾ ആവും. ഇപ്പോൾ സ്റ്റോപ്പ് ക്ലിക്ക് ചെയ്താലും ഡൗൺലോഡ് ബട്ടൺ ഇനേബിൾ ആവും. അതിനുശേഷം ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത് എക്സൽ ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി ഇത് എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇമെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഇമെയിൽ സ്ക്രാപ്പ് ഇമെയിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽസ് കൂടെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്.